സൂറത്തുൽ കഹ്ഫും സലാത്തുമാണ് പ്രധാനപ്പെട്ട വെള്ളിയാഴ്ചയിലെ പ്രതീക്ഷയുള്ള വിഭവങ്ങൾ. അള്ളാഹു അതൊക്കെ കൃത്യമായി ചൊല്ലി അള്ളാഹുവിൻ്റെ സ്വീകാര്യതയിലേക്ക് ഈ സമയങ്ങളെ സമർപ്പിക്കാൻ നമുക്ക് ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു അവസരം പ്രദാനം ചെയ്യട്ടെ. സൂറത്തുൽ കഹ്ഫ് സത്യത്തില് ഗുഹാവാസികളുടെ ഒരു ചരിത്രം മാത്രമല്ല, നമ്മളൊക്കെ ഗുഹാവാസികളാക്കുന്ന ചരിത്രവും കൂടിയാണ്. സൂറത്തിന്റെ പേരെന്നെ സൂറത്തുൽ കഹ്ഫ് എന്നാണ്. വിശാലമായ ഗുഹയ്ക്കാണ് കഹ്ഫ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗാറ് എന്നൊക്കെയാണ് പറയാ. വേറെ ഒരുപാട് പേരുകളുണ്ട്. അത് കിയാനോസ് എന്ന സ്വേച്ഛാധിപതിയായ അഹങ്കാരിയുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, എന്നിട്ട് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒരു പിടി യുവാക്കൾ ഗുഹയിൽ അഭയം പ്രാപിച്ചു എന്നതാണ് അതിന്റെ രത്ന ചുരുക്കം. പക്ഷെ അത് നമുക്കൊക്കെ ഗുഹയിൽ കയറി അഭയം പ്രാപിക്കാനുള്ള ഒരു സൂറത്താണ്. സൂറത്തുൽ കഹ്ഫ് ഒരു ഗുഹയാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ വിശ്വാസികൾക്കും, അന്ന് ദിക്യാനൂസ് രാജാവാണെങ്കിൽ എന്നും ഒരു ദിക്യാനൂസ് രാജാവുണ്ട്, അത് ഇബ്ലീസാണ്. അവന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പിടിച്ച് പറയിൽ നിന്ന് ഈമാൻ രക്ഷപ്പെടുത്താൻ നമുക്കൊക്കെ കയറി ചെന്ന് അഭയം പ്രാപിക്കാൻ കഴിയുന്ന ഒരു ഗുഹയാണ് സൂറത്തുൽ കഹ്ഫ്. കാരണം നമ്മളിങ്ങനെ വിലയിരുത്തുമ്പോ ലോകത്ത് ഭൂരിഭാഗം ആളുകളും തൊലയാൻ കാരണം, പരാജയപ്പെടാൻ കാരണം അനുഗ്രഹങ്ങളിൽ അഹങ്കരിച്ചു എന്നതാണ്. വേറൊന്നുമല്ല, അനുഗ്രഹങ്ങളിൽ അഹങ്കരിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ പരാജയത്തിന്റെ പ്രധാന കാരണം അതാണ്. ഇബ്ലീസിന് പറ്റിയ അമളി എന്താണ്? അനുഗ്രഹത്തിൽ അഹങ്കരിച്ചു എന്നുള്ളതാണ്. അത് ഇൽമായിരുന്നു എന്ന് മാത്രം. ഒരാൾക്ക് അള്ളാഹു തആല നല്ല ഇൽമ കൊടുത്ത് അതുകൊണ്ട് അഹങ്കരിച്ചാൽ അവന് നായന്റെ വില പോലും ഇല്ല, ഒരു പട്ടിന്റെ വില പോലും ഇല്ല. ഇബ്ലീസിന് പറ്റിയത് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ അഹങ്കരിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ ഉപമകൾ സഹിതം വിശുദ്ധ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല വളരെ കൃത്യമായി പലതിനും ആയത്തിറക്കിയിട്ടുണ്ട്. ഇന്നലെ ഒരു സുഹൃത്ത് എന്നോട്, പ്രഗത്ഭനായ ഒരു ചെറുപ്പക്കാരന്, പ്രധാന ധനാഢ്യനുമാണ്, അദ്ദേഹത്തെ കുറിച്ച് അറിയോന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അറിയും, ഇന്ന രൂപത്തിൽ മരിച്ച ആളല്ലേ എന്ന് ചോദിച്ചു. നല്ല പണമാണ്, പണം ഉണ്ട് എന്നുള്ള മൂപ്പർക്ക് മനസ്സിലായും ചെയ്തില്ല. അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ വലിയ ജ്വല്ലറിയിൽ നിന്ന് ഉറങ്ങാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് കയറിയതാ. രാവിലെ മയ്യിത്താണ് പുറത്തേക്ക് എടുത്തത്. എന്താന്ന് ആർക്കും അറിയില്ല. സൈലന്റ് അറ്റാക്കാന്ന് ചിലര് പറയുന്നത് അതാണ്. ഇത്രേ ഉള്ളൂ ജീവിതം. അപ്പൊ അനുഗ്രഹങ്ങളിൽ നന്ദി രേഖപ്പെടുത്തുക എന്നതിലപ്പുറം അനുഗ്രഹങ്ങളിൽ അഹങ്കരിച്ചാൽ അപകടവും അപജയവും പരാജയവുമാണ് അവനെ പിടികൂടുന്നത് എന്നത് വളരെ കൃത്യമായി ചിത്രീകരിക്കുന്ന ചിന്തോദീപകമായ ഒരു അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയിലും അത് പാരായണം ചെയ്യൽ പ്രത്യേകിച്ച് പ്രേരിപ്പിക്കപ്പെട്ടത്. ഇന്നലെ ഒരു വീഡിയോ വയനാട്ടിൽ നിന്ന് ഒരാൾ എനിക്ക് അയച്ചു. അതിൽ നൗഫൽ എന്ന ഒരു ചെറുപ്പക്കാരൻ 3 മാസം മുമ്പ് ഒമാനിൽ പോയതാ കുടുംബത്തെ പോറ്റാൻ. ആ ചെറുപ്പക്കാരൻ തിരിച്ച് വന്ന് മണ്ണുകൾ കൂട്ടിയിട്ടതിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണീരിങ്ങനെ വാർക്കുകയാണ്. അങ്ങനെ കണ്ടോന്റെ കണ്ണ് നിറയും. കാരണം പെട്ടി കെട്ടിയിരുന്ന ആളുകൾ, പാൻറ് തേച്ച് തന്നിരുന്ന ആളുകൾ, ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്ന ആളുകൾ, ശയ്യ പങ്കിട്ടിരുന്ന ആളുകൾ, കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് യാത്ര ആക്കിയിരുന്ന ആളുകൾ എല്ലാം അയാൾ ഇരിക്കണ ആ മണ്ണിന്റെ അടിയിൽ പോയി. ഭാര്യ, ഉമ്മ, കുട്ടികള്, വീട്ടുകാര്, 11 ആളുകൾ മരിച്ച വീട്ടിക്ക് ഒറ്റ തടിയേറ്റ് ഒരു പ്രവാസി വന്നിട്ട് അവരെല്ലാം താഴ്ന്നു പോയ മണ്ണിന്റെ മുകളില് ഒരു പലകയിൽ ഇരുന്നിട്ട് താടിക്ക് കൈ കൊടുത്തിട്ട് കണ്ണീര് വാർത്തിരിക്കണ രംഗം നീന്തിച്ചോക്കാണി. ഇത്രയുള്ളൂ ദുനിയാവ്, അത്രയുള്ളൂ ദുനിയാവ്. ആ രംഗം ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് സൂറത്തുൽ കഹ്ഫാണ് ഓർമ്മ വന്നത്. അതിൽ 45-ാമത്തെ ആയത്ത്, وَاضْرِبْ لَهُمْ مَثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ
അൻസൽനാഹു മിനസ്സമാഇ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. 45-ാമത്തെ ആയത്താണത്. അതാണ് ഓർമ്മ. വളരിബ് തങ്ങളെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. ലറബ എന്നുള്ളതിന് നേരെ അർത്ഥം അടിച്ചു എന്നാണ്. ഇവിടെ ജബ്ബാർ മാഷ പോലത്തെ ആൾക്കാർ പെടുക. കാരണം ഒരു വാക്കിന് ഡിക്ഷണറി നോക്കിയിട്ട് ഒരു അർത്ഥം കണ്ട് പഠിച്ചു എന്നിട്ട് അങ്ങോട്ട് കസർത്താണ് ഇസ്ലാമിനെ. അപ്പൊ വൽരിബ് എന്ന് പറഞ്ഞാൽ അവിടെ നേരെ അർത്ഥം വരെ നീ അടിച്ചോന്നാണ്. അങ്ങനെ പറ്റൂലല്ലോ. അവിടെ നീ ഉദാഹരിച്ചോന്നാണ്, അർത്ഥം മാറും. വൽരിബ് ലഹും, ആ മനുഷ്യർക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കുക, ഉപമിക്കുക. മസലൽ ഹയാത്തി ദുനിയ, ദുനിയവിയായ ജീവിതത്തിന്റെ നിസ്സാരതയെ. അതിന്റെ തഫ്സീറിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഫി ഫനാഇഹ വ സവാലിഹ. ദുനിയവിയായ ജീവിതത്തെ ഉപമിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന വിഷയത്തിലും പോരാ, ഓ ഫനാഇഹ, അത് നശിച്ചു പോകുന്ന വിഷയത്തിലും ഒരു ഉദാഹരണം പറയാ. കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ആകാശത്തിൽ നിന്ന് നമ്മൾ ഇറക്കിയ വെള്ളം പോലെയാണ്, നിറഞ്ഞ മഴ പോലെയാണ്. ഫഖ്തലത ബിഹി നബാതുൽ അർള്, ആ വെള്ളം കിട്ടിയപ്പോഴേക്ക് ഭൂമിയിലുള്ള സസ്യലതാദികൾ അതിൽ കൂടിക്കലർന്ന് തഴച്ച് വളരാൻ തുടങ്ങി. വറ്റി വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭൂമിയിലേക്ക് മഴവെള്ളം കിട്ടിയാൽ ഭൂമി സമൃദ്ധമായി, സുഭിക്ഷമായി, സജീവമായി, പച്ചപ്പായി, പ്രകൃതി രമണീയമായി. അങ്ങനെ ആയാൽ ഫഅസ്ബഹ, പെട്ടെന്ന് കാണാ അതായിത്തീരുന്നു. ഫഅസ്ബഹ ഹശീമൻ, വറ്റി വരണ്ട് ഉണങ്ങി തുരുമ്പുകളായി മാറും. നിങ്ങൾക്ക് കാണാം അങ്ങനത്തെ ഭൂമികള്. തദ്റൂഹു റിയാഹ്, ഒരു കാറ്റടിച്ചാൽ തന്നെ ആ ഭൂമിയിൽ നേരത്തെ ഉണ്ടായിരുന്ന പുൽമേടുകൾ, കൊട്ടാരങ്ങൾ, പച്ചപ്പുകൾ, വൃക്ഷലതാദികൾ, സസ്യങ്ങൾ, പൂക്കൾ എല്ലാം അതിൽ പാറിപ്പോകുന്ന തുരുമ്പുകളായി മാറിയിട്ടുണ്ടാകും, നുറുങ്ങുകളായി മാറിയിട്ടുണ്ടാകും. അതാണ് ദുനിയാവ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്തെ സ്വർഗീയ സമാനം പ്രകൃതി രമണീയമാക്കാനും കഴിയുന്നവനാണ്. വളരെ പെട്ടെന്ന് അങ്ങനെ ഒരു സ്ഥലം തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന നിലയിൽ സംഹരിക്കാനും കഴിയുന്നവനാണ് അല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഈ ആയത്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് ഏതെങ്കിലും ഒരു നാട്ടിക്ക് മാത്രമല്ല, എല്ലാ ദിക്കുകളുടെയും പ്രവിശ്യയിലെയും പ്രദേശത്തിന്റെയും നാടിന്റെയും ഭൂമിയുടെയും അവസ്ഥ അതാണ്. എല്ലാം നേരിടാൻ പോകുന്ന അതാണ്. പക്ഷെ ഇതിൽ നമ്മൾ മതിമറന്നാൽ അള്ളാന്റെ പരീക്ഷ ഉറപ്പാ. കേവലമായ ചെറിയ തെറ്റുകൾക്കൊന്നും അള്ളാഹു തആല ശക്തമായി പരീക്ഷിക്കൂല. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് അഹങ്കാരാണ്. കാരണം അഹങ്കാരിക്ക് അഹങ്കാരിയാന്ന് മനസ്സിലാവില്ല, അത് തെറ്റാന്ന് മനസ്സിലാവില്ല. ഒരു വ്യഭിചാരിക്ക് വ്യഭിചാരം മനസ്സിലാവും, കള്ളുടിയന് കള്ളുടി മനസ്സിലാവും. ഒരു തിന്മ ചെയ്തവൻ ഞാൻ ചെയ്ത തിന്മ എന്ന് മനസ്സിലായിട്ട് അവൻ കരഞ്ഞിട്ട് തൗബ ചെയ്യും. പക്ഷെ അഹങ്കാരിക്ക് സോക്കട് മനസ്സിലാവില്ല. അതാണ് പല ആളുകളെയും വീഴ്ത്തുന്നത് ദുനിയാവാണ്. നാളെ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറേ ഈ മസിലിന്റെ തീ കൂടി കണ്ട് വേദന കണ്ട് കേറിയിട്ട് ഇപ്പൊ ഡോക്ടർ മാരകമായ ഒരു അവസ്ഥയെന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്, സർജറിക്ക് വിധിക്കപ്പെട്ടാണ്, എന്താ അതിന്റെ പ്രശ്നം എനിക്കറിയില്ല. അപ്പൊ എനിക്ക് കുറച്ച് ഇറങ്ങി സംസാരിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരനായിരുന്നു. ഞാൻ അവനോട് വെച്ച്, ഇത് ഏതെങ്കിലും സമയത്ത് അള്ളാഹ് എനിക്ക് തന്ന ഈ ആരോഗ്യം ഉണ്ടല്ലോ മസില്, ഇതുകൊണ്ട് കണ്ണാടിന്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പല പ്രാവശ്യം എന്റെ ആരോഗ്യത്തിൽ എനിക്ക് മതിമറന്നൊരവസ്ഥ ഉണ്ടായിക്കണോ ചോദിച്ചു. എന്റെ പണി അതന്നെ ഇരുന്നത്. എന്നാ അതാണ് ഇതിന് കാരണം. എന്തിന്റെ പേരിലാണോ അഹങ്കരിച്ചത് അത് വെച്ച് അള്ളാഹു പിടികൂടും. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. കുപ്പായത്തിന്റെ പേര് ചില ആളുകളുണ്ട്, ഒരു പുതിയ വണ്ടി എടുത്താല് പിന്നെ എവിടെ ആള് കൂടുന്ന സ്ഥലത്ത് കാണാൻ ഓന്റെ വണ്ടി കൊണ്ട് നിർത്തണം. 4 ആള് കൂടുന്ന സ്ഥലത്ത് ഓന്റെ വണ്ടി. എനിക്ക് അങ്ങനെ കുറെ ആൾക്കാരെ അറിയാം. ഇവിടെ അല്ല കേട്ടോ, വേറെ പുറത്ത് കുറെ ആൾക്കാർ. ഇവിടെ നിങ്ങളൊക്കെ മഹാസാധുക്കളാണ്, നല്ല മനുഷ്യന്മാരാണ്. വേറെ കുറേ സ്ഥലത്ത് ഒരു 40 ലക്ഷം റുപ്യന്റെ വണ്ടി ഉണ്ട് എടുത്താല് വണ്ടി ഇടാൻ കുറെ സ്ഥലം ഉണ്ടാവും, എന്നാലും അങ്ങനെ ആള് കൂടെ എടുത്ത് കൊണ്ടുപോയിടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഹോണടി ചാടും. ഇത് മിക്കവാറും ആക്സിഡന്റൊക്കെ പോവാ, മിക്കവാറും അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നേരെ ആക്സിഡന്റൊക്കെ പോവാ. അല്ലെങ്കിൽ വലിയൊരു വീട് ഉണ്ടാക്കിയാല്
അതിനൊരു പ്രത്യേകമായ അഹങ്കാരം. ആ വീട് എങ്ങനെങ്കിലും നശിക്കും, അല്ലെങ്കിൽ അതിൽ താമസിക്കുന്ന ആളുകൾക്ക് സുഖം എന്നുള്ള സംഗതിയെ അടുത്ത് കൂടി പോകില്ല. അതാണ്. എന്നോട് ഇവിടെ അടുത്ത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അയാളെ നാട്ടിലൊരു മുതലാളിക്ക് ഒരു വാശി, മൂപ്പര വീടിന്റെ വലിപ്പം ആ നാട്ടിൽ ഒരാളെ വീടിനുണ്ടായിരുന്നു. അതൊരു വീടല്ലല്ലോ. വീട് എന്ന് പറഞ്ഞാൽ ആളെന്നെ അനുസരിച്ചുകൊണ്ട് സൗകര്യം കൂട്ടാ, വലിയ വീടാക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇനി അള്ളാഹിന്റെ നിഅമത്ത് പണം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് വലിയ ചൊറുക്കുള്ള വീടൊക്കെ ഉണ്ടാക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ എന്റെ മേലൊരു പുര ഉണ്ടാൻ പാടില്ല എന്ന ലക്ഷ്യത്തിലുള്ള വീടുണ്ടല്ലോ, അത്ര സുഖമുള്ളതല്ല. അങ്ങനെ ഒരു വീടുണ്ടാക്കി ആളെ നാട്ടില്. എന്നിട്ട് ഇപ്പൊ ഇയാളിനോട് പറയാം, ആ വീട് എന്ന് പറഞ്ഞാൽ നടന്ന എത്തൂല അങ്ങനത്തെ വീടാണ്. വീടുണ്ടാക്കിയ 2-ാമത്തെ ആഴ്ച മൂപ്പർക്ക് സ്ട്രോക്ക് വന്ന്, ഇപ്പൊ മൂപ്പര് വീടിന്റെ വലുപ്പം മൂപ്പർക്ക് അറിയില്ല, സ്റ്റെപ്പ് ഇറങ്ങാനും മൂപ്പർക്ക് കഴിയില്ല, വീട്ടിൽ ആരൊക്കെ ഉള്ളതെന്ന് മൂപ്പർക്ക് അറിയില്ല, കാരണം ബ്രെയിന് പോയിക്കണ്. ആ തടി മണ്ണായിട്ട് അങ്ങനെ ഇരുന്നിട്ട് ചിരിക്കുന്നുണ്ട്. അത്ര ഉള്ളൂ സംഗതി, അത്ര ഉള്ളൂ. എന്ത് വെച്ചാണോ അഹങ്കരിച്ചത് അത് വെച്ചല്ല വിടിയുള്ളൂ. ഒന്നൊരുബലഹും. സത്യത്തിൽ ഇത് തിരിച്ചറിയുന്ന കുറെ ആളുകളുണ്ട്. വയനാട്ടിൽ നിന്ന് അവിടുത്തെ സ്കൂളത്തെ ഹെഡ്മാഷ് ഉണ്ട്, HM ഉണ്ണിമാഷ്. കുറെ മുസ്ലിമീങ്ങൾ അവിടുന്ന് പറഞ്ഞ കുറെ അഭിപ്രായങ്ങൾ ഞാൻ കേട്ട്. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉണ്ണിമാഷ് പറഞ്ഞ അഭിപ്രായം. ഉണ്ണിമാഷ് പറഞ്ഞ എന്താ അറിയോ, ഞങ്ങളെ പച്ചപ്പ്, ഞങ്ങളെ കളകളാരം മുഴക്കി ഒഴുകുന്ന അരുവി, അതിന്റെ നേരെ അടുത്തുള്ള സ്കൂള്, ഇവിടുത്തെ വൃക്ഷലതാദികൾ, ഇതൊക്കെ വെച്ചിട്ട് കുറെ അഹങ്കരിച്ചു, അതിന് പടച്ചോ ഞങ്ങൾക്ക് തന്നു. അത് അങ്ങനെ തന്നതാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം പരീക്ഷണങ്ങളൊക്കെ ശിക്ഷ ആയിക്കൊള്ളണമെന്നില്ല. എന്നാലും ഉണ്ണിമാഷ വർത്താനം ഉണ്ടല്ലോ, അത് ആൺകുട്ടിന്റെ വർത്താനം. കാരണം പരീക്ഷണത്തിൽപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കേണ്ട അങ്ങനെയാണ്. നമ്മള് അല്ലാതെ എന്തിനാ അള്ളാഹു തആല അതൊക്കെ ചെയ്തത്, ഇന്ന് അന്യാണ്ട് കൊണ്ടായിക്കൂടായിരുന്നില്ലേ, എന്ത് പണിയാണ്. അതൊക്കെ അപകടം പിടിച്ച വാക്കുകളാണ്. ഏത് മുസ്ലിം പറഞ്ഞാലും അതൊക്കെ അപകടം പിടിച്ച വാക്കുകളാണ്. പക്ഷെ മുസ്ലിം അല്ലാത്ത മാഷ വർത്താനം ഉഷാറായിട്ട്. ദുനിയാവിന്റെ അവസ്ഥ അതാണ്. പിന്നെന്താ, അതിപ്പോ വയനാട്ടുകാർക്ക് മാത്രമല്ല, ദുനിയാവിലെ എല്ലാ സ്ഥലവും അങ്ങനെയാണ്. അള്ളാഹു തആല വദ്രിബ് മസലൽ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞ്, മസലൽ വയനാട് എന്നല്ല പറഞ്ഞ്, ദുനിയാവ് മൊത്തം അങ്ങനെയാണ്. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാഅ فاختلط به نبات الأرض فأصبح حشيما تذروه الرياح وكان الله على كل شيء مقتدرا. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. 45-46 ഇതങ്ങോട്ട് പറഞ്ഞ ഉടനെ അല്ല പറയാണ്, അൽ മാലു സമ്പത്ത്, വൽ ബനൂന സന്താനങ്ങളും, സീനത്തുൽ ഹയാത്തി ദുനിയ ദുനിയാവിന്റെ ഒരു ഷോ മാത്രാണ്, ഷോ. വയനാട്ടിൽ നിന്ന് പോയ പ്രവാസികള് കൂടെയുള്ളവരും വീടും കുട്ടികളും കെട്ടികളൊക്കെ പോയി എന്നറിഞ്ഞ് നാട്ടിൽ വന്നിട്ട് അവർ താഴ്ന്നു പോയ മൺകൂനെ നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോ അവരെ മുമ്പിൽ ഈ ആയത്ത് ഓതിയ ഇതിന്റെ തഫ്സീർ ശരിക്കും മനസ്സിലാവും. നമുക്ക് മനസ്സിലാവൂല, കാരണം നമുക്ക് എല്ലാവരും ഇപ്പൊ കൂടെ ഉണ്ട്, അതുകൊണ്ട് മനസ്സിലാവൂല. ഇതൊക്കെ ഷോ ആയിരുന്നു. ഷോക്ക് വേണ്ടി വെച്ചത് വേഗെടുത്ത് കളയും. ഒരു ഹോട്ടൽ ഉദ്ഘാടനം, സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം, ജ്വല്ലറി ഉദ്ഘാടനം, അവിടെ ഷോക്ക് വേണ്ടി കുറെ ബലൂണ് തൂക്കിയിട്ടുണ്ടാവും. അത് എന്നുള്ളതല്ല, 3-4 ദിവസത്തിനുള്ളതാ. എന്നുള്ളതല്ലായിരുന്നു, 4-5 ദിവസത്തിനുള്ളതാണ്. അള്ളാഹ് പറയണത് ദുനിയാവിലെ വിഭവങ്ങൾ, ആഡംബരങ്ങളോ ആനന്ദങ്ങളൊക്കെ ഷോക്ക് വേണ്ടി അള്ളാഹു തന്നതാണ് എന്നാണ്. എന്നുള്ളതല്ല എന്നാണ്. എന്നുള്ളത് എന്താ അറിയോ, വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്. അതാണ് സൂറത്തുൽ ഗഹഫ്, സലാത്ത്, ആഖിറ ഓർത്തിട്ട് ചെയ്യുന്ന എല്ലാ പണികളും അതവിടെ ഉണ്ടാവും, മറ്റതൊക്കെ പോകും. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 2 അമലാണ് സൂറത്തുൽ ഗഹഫും സലാത്തും. അത് ആകാശം ഭൂമിയും പൊളിഞ്ഞു വീണാലും ഇത് പൊളിഞ്ഞു പോകില്ല. ഇതവിടെ വാക്യം. നാട്ടുകാര് മൊത്തം പിരിഞ്ഞാലും ഇത് രണ്ടും പിരിയില്ല. കൂടെ കബറ് കിടക്കുന്നത് മോനല്ല, കൂടെ കബറ് കിടക്കുന്നത് വാപ്പയല്ല, കൂടെ കബറ് കിടക്കുന്നത് ഉസ്താദല്ല, കൂടെ കബറ് കിടക്കുന്നത് സ്നേഹിതനല്ല, കൂടെ കബറ് കിടക്കുന്നത് ചെയ്ത അമലാണ്. അത് കബറ് കണ്ടിട്ടാൽ കൂടെ ഉണ്ടാവും, മറ്റുള്ളതൊക്കെ പിരിഞ്ഞു പോകും. അതാ എല്ലാം പിരിഞ്ഞു പോകും.
യർജിഉ ഇസ്നാനി വയബ്ഖൽ വാഹിദു നബിയുനാ റസൂലുള്ളാഹി. വീട്ടിൽ നിന്ന് നാട്ടുകാരെ കുളിപ്പിച്ചിട്ട് മൂക്കിൽ പഞ്ഞിച്ചിട്ട് കൊണ്ടുപോകലുണ്ട് റബ്ബേ അല്ലേ? ചിന്തിച്ചോക്കാണ്. ഈ എല്ലാരെയും കൊണ്ടുപോകും, നീ കൊണ്ടുപോകും. നാട്ടുകാർ വന്നിട്ട് ഇങ്ങനെ കുളിപ്പിക്കുക. അന്ന് വരെ കുളിച്ചിരുന്ന ആൾക്ക് കുളിക്കാൻ വയ്യ, അന്ന് വരെ പല്ല് വെച്ചിരുന്ന ആൾക്ക് പല്ല് വെക്കാൻ വയ്യ, അന്ന് വരെ പൗഡർ ഇട്ടിരുന്ന ആൾക്ക് പൗഡറും ഇല്ല, ഇടാൻ ആളും ഇല്ല. പൗഡർ മയ്യത്തിന് പൗഡർ ഇട്ട് കൊടുക്കാനില്ലല്ലോ, ഉണ്ടാ? നമ്മൾ ഇന്ന് മുതലൊന്ന് തുടങ്ങിയാലോ? വേണ്ടട്ടാ, സോറി, ഞാൻ വെറുതെ പറഞ്ഞാണ്. മയ്യത്തിന് പൗഡർ ഇട്ട് കൊടുക്കലില്ല, കഫൻ തുണിക്കൊട്ട് പോക്കറ്റും ഇല്ല. കഫൻ തുണിക്ക് 4-5 പോക്കറ്റാണ്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? എന്നാലും ഞാൻ ചെറുപ്പക്കാരനെ ഉണ്ട്, ഒരു പാന്റ് ഉണ്ട്, 16 പോക്കറ്റും ഉണ്ട്. 16 സ്ഥലത്ത് പോക്കറ്റ് പാന്റ്. അപ്പൊ കഫൻ തുണിക്ക് എന്താ 2 പോക്കറ്റാണ്ട് വെച്ചു കൊടുത്താല്? പക്ഷെ അതാരും വെച്ചു കൊടുക്കണില്ല. ഇനി പോക്കറ്റ് വെച്ചു കൊടുക്കല് മാത്രല്ല, ഏത് മുതലാളി മരിച്ചാലും കഫൻ തുണിന്റെ ക്വാളിറ്റി നോക്കലില്ലല്ലോ. പാപ്പ മരിച്ചാൽ കടയേക്കാണ്ട് ഓടല, അവിടുന്ന് ഒരു അട്ടി ഇങ്ങനെ എടുത്ത് വെച്ചെടുക്കും. അതിൽ കുറെ ചളിയും കരിയൊക്കെ ഉണ്ടാവും, അത് കത്തേറ്റ് മുറിച്ചുകൊണ്ടല്ല. ആരാപ്പ അതിന്റെ ക്വാളിറ്റി നോക്കണ്? കാറ്റ് പോയാ പിന്നെ ശീലന്റെ ക്വാളിറ്റി ആയിട്ട് നോക്കൂലല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഞാൻ അങ്ങോട്ട് വെക്കും പഞ്ഞി, എന്നിട്ട് കൂട്ടിക്കെട്ടിട്ട് ഇനി ആരെങ്കിലും കാണാണ്ടോ, മഴയാണ് വരാൻ പോണത്, വേഗം വരിയുന്ന ഒരു അനൗൺസ്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ആളോരും ഞാൻ ആരെയും കാക്കണ്ടെന്ന് പറയും. അതിൽ പല രഹസ്യങ്ങളുണ്ട്. ഞാൻ ആരെയും കാക്കണ്ടെന്ന് പറഞ്ഞതില് പല രഹസ്യങ്ങളുണ്ട്. ഇനി മനുഷ്യന്മാരെ കാത്താല് നാറിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് കൂടിയാണ് ആ പറഞ്ഞത്. ഇനി കാക്കണ്ടെന്ന് പറഞ്ഞതില് പല ചിന്തകളും വരുന്നുണ്ട്. അതിൽ ഒന്നെന്താരോ, വല്ലാതെ കാത്താല് ഒരു കാറ്റടിച്ചാൽ മതി, ആചേര് നാറിയിട്ട് അല്ലെങ്കിൽ മൂലേര് നാറിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നാണ് ഇപ്പം. കാരണം മനുഷ്യൻ ജീവൻ പോയാൽ ഇത്ര ദുർഗന്ധമുള്ള ഒരു സാധനം വേറെ ഇല്ല. അപ്പൊ അത്രക്കെ ഉള്ളൂ, വേറൊന്നുമില്ല. അവിടെ ഉള്ളത് വൽ ബാഖിയാത്തു സ്വാലിഹാത്തു, അത് മാത്രമാണ്. അത് മറന്ന് നെട്ടോട്ടം എപ്പോഴാണ് അപകടം എന്ന് മാത്രം നോക്കിയാൽ മതി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ സൂറത്തുൽ ഗഫിന്റെ ഒരു ഇതിവൃത്തം ഞാൻ പറഞ്ഞെന്ന് മാത്രം, അതില് ഒരു ഇതിവൃത്തം ഉണ്ടായി ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ടാണ് അതിങ്ങനെ ഓതണം എന്ന് പറയാൻ കാരണം. എന്നാൽ മനസ്സിക്ക് അതിന്റെ ആശയം മനസ്സിലാക്കി ഓതിയാല് ഒരു കാളിച്ച കണ്ടുവരും, ഒരു കാളിച്ച, ദുനിയാവിന്റെ ഒരു നിസാരത വരും. അപ്പൊ ഒരു സ്റ്റെപ്പിൽ നമ്മളെത്തും, അനുഗ്രഹങ്ങളിൽ നന്ദി രേഖപ്പെടുത്തും. അപ്പൊ ഒരു ലാഭമുണ്ട്. ഉള്ള അനുഗ്രഹത്തെ അള്ളാഹു തആല വർദ്ധിപ്പിക്കും, നിലനിർത്തും ചെയ്യും, ഈമാനോടെ ചിരിച്ചു മരിക്കും ചെയ്യും. ആ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഈ അനുഗ്രഹത്തിൽ അഹങ്കരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബാധകമാണ്. ഒരു ജുബ്ബിൻ തുണി ഒരു തലയെക്കെട്ടും കെട്ടുമ്പോഴേക്ക് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ പ്രസംഗിക്കാൻ കഴിയുമ്പോഴേക്ക് നമുക്ക് തോന്നുക, അല്ലെങ്കിൽ ഒരു കസേര ഇട്ടെന്ന് അതിന് മേലെ ഇരുന്നിട്ട് മൈക്കൊക്കെ ഇങ്ങനെ ഒരു തുമ്പിക്കൈമാരി ഇങ്ങനെ കൊളത്തുമ്പോ എനിക്ക് തോന്നി ഇവിടെ ഇപ്പൊ വലിയ ആലിമ ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ അടുത്തല്ല ഇപ്പൊ ഈ സാധനം ഉള്ളത്, നിങ്ങളൊക്കെ താഴ്ത്തിരുന്ന് കേൾക്കല്ല. അപ്പൊ ഈ കസേരയിൽ ഇരിക്കണ എനിക്കിങ്ങനെ തോന്നാ, ഇവിടെ ഇപ്പൊ ഈ ആത്തപ്പള്ളിയില് ഒരു ഉഷാറുള്ള ഒരാളിപ്പൊ ഞാൻ തന്നെ. കാരണം നിങ്ങളൊക്കെ എന്റെ ഇങ്ങനെ കേൾക്കും, ഞാൻ അങ്ങനെ പറയാ. അപ്പൊ ആലിമ ഞാൻ തന്നെയാന്ന് എനിക്ക് തോന്നാ. അങ്ങനെയാണെങ്കിൽ ഈ പണി മുഴുവനും തറ പറ്റി. അതാണ്. നിങ്ങൾക്ക് മാത്രല്ല, നിങ്ങൾക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ ഇന്നെപ്പോലത്തവർക്ക് തോന്നും. ഇൽമൊട്ട് ഉണ്ടാവില്ല, യൂണിഫോമും ചൊറുക്ക് കൂട്ടിയിട്ടുണ്ടാവും. ഞാൻ ആരും പറഞ്ഞാൽ ഞാൻ ഇന്നെ തന്നെ പറയണേ. അപ്പൊ ഏത് ഫീൽഡ് ആണെങ്കിലും അനുഗ്രഹത്തിൽ അഹങ്കാരം വന്നാൽ അപകടം ഉറപ്പാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു 11 സ്വലാത്ത് വെള്ളിയാഴ്ച അല്ലേ അല്ല, ഇത് ഇർഷാസ്റഫ് ഇൻഷാ അല്ലാഹ് ദ്വാരക്കും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ പ്രസംഗനകത്തും മറ്റൊക്കെ ഉയർന്ന് അവരൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കണ കാണുമ്പോൾ അതാണ് നമ്മളെ ഖുർറത്ത് കഴിഞ്ഞ്. അപ്പൊ അവർക്ക് ഇടക്കിങ്ങനെ ദ്വാരക്കാനും മറ്റൊക്കെ അവസരം കൊടുത്ത ഇത്തരം സാസുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ സാസ് എന്നൊക്കെ പറഞ്ഞാൽ അള്ള വെറുതാക്കുമല്ലോ. ഇപ്പൊ ഇന്ന് ചീരനുണ്ട്, ആരോഗ്യം അറിയാം, ഓടല്ല, ആളോടല്ല. എന്നാൽ എന്റെ ഏഷ്യാന്റെ ചവിട്ടിലെന്ന് പറഞ്ഞു അയാള് ഭയങ്കര ഒരു ആക്സിഡന്റ് പെട്ടു. റോട്ടിൽ ഇങ്ങനെ ഉരുണ്ട് ചോര ഒലിക്കുകയാണ്. ആളുകൾ താങ്ങിയെടുത്തിട്ട് കൊണ്ടുപോവാ. അപ്പൊ
ആംബുലൻസ് നിന്നാണോ ഞാൻ എല്ലാത്ത വണ്ടി എന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടുന്ന് നേർച്ചാക്കിയതാണ്. ഏത് വണ്ടിന്നാ എനിക്കറിയില്ല കേട്ടോ. ഈ പോക്ക് പോയാൽ മിക്കവാറും ആസ്പത്രിയിൽ കുറെ കിടക്കേണ്ടി വരും, മാരക പരിക്കുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളെ ക്ലാസ്സൊക്കെ നേർച്ചാക്കി ആശുപത്രിയിലാണ്ട് കയറിയിട്ട് പരിശോധിച്ചാൽ ഒരു പ്രശ്നമില്ലാതെ കണ്ട് പോരണന്ന്. ആ നേർച്ച അതുപോലെ ആയും ചെയ്ത് ഒരു കുഴപ്പം അയാൾക്കില്ല. അപ്പൊ ആ നേർച്ചക്കടം വീട്ടിയതാ. കാരണം ഖുർആൻ ക്ലാസ് ആണ്, അത് വെറുതാവില്ല. അപ്പൊ ഇന്നത്തെ എന്താണെങ്കിലും ആ ചായം കടി നേർച്ചക്കടം വീട്ടിയാണെന്ന് മനസ്സിലാക്കി തിന്നാൽ മതി. അതിനർത്ഥങ്ങളെല്ലാരും നേർച്ചാക്കണം എന്നൊന്നല്ല കേട്ടോ. ഞാൻ പറയാം സദസ്സ് വെറുതാവൂല എന്നതിന് ഉദാഹരണം പറഞ്ഞ സദസ്സ് അല്ല വെറുതാക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കല്ലേ, 40 ആളുകൾ കൂടിയിട്ട് ദ്വാരുന്നാൽ ദ്വാരുന്നോ നല്ലോനാണെന്നല്ല പറഞ്ഞത്. ദ്വാരുന്നോൻ ചിലപ്പോ ഇന്നെപ്പോലത്തോനാണേക്കാരം. പക്ഷെ ആമീൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു മൂലക്കുണ്ടാവും, ഒരു ടവല്, പൊളിഞ്ഞ ടവൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു തൊപ്പി ഇട്ടിട്ട് ഒരു നാടൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരാൾ ഇരിക്കണ്. അയാളതായിരിക്കും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുക. ആലിമെന്ന് ചമഞ്ഞ് വെള്ളക്കുപ്പായിട്ട് ഇരിക്കണ ഇന്നെ അള്ളാഹു തള്ളിയിട്ടുണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ സദസ്സ് അങ്ങനെയാണ്. ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 11 സലാത്ത് ചൊല്ലിയിട്ട് അദ്ദേഹം ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.